ഈ ചെറിയ പാക്കറ്റിൽ 100 ഗ്രാം ചിയ സീഡ്സ് ആണുള്ളത്. നിങ്ങൾ ചിലപ്പം എല്ലാ ദിവസവും ചിയ സീഡ്സ് കഴിക്കുന്നത് ഫൈബറിന് വേണ്ടിയിട്ടായിരിക്കാം, പ്രോട്ടീന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദഹനം മെച്ചപ്പെടുത്താനായിരിക്കാം. പക്ഷേ ചിയ സീഡ്സിൻ്റെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ചിയ സീഡ്സ് ആണ്. എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് തുടങ്ങാം. ചിയ സീഡ്സിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സാൽവിയ ഹിസ്പാനിക്ക എന്നാണ്. ഇതിൻ്റെ സീഡ്സ് വളരെ പോപ്പുലറാണ്. പ്രധാനമായിട്ടും ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത് ഫൈബർ സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അളവ് കുറവായതുകൊണ്ട് ആ ഫൈബർ നമ്മളുടെ ശരീരത്തിലേക്ക് എത്താൻ ചിയ സീഡ്സ് കഴിക്കാം. പക്ഷേ ഫൈബർ മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും ക്ലെയിംസ് ഉണ്ടെന്നും പലതരത്തിലുള്ള കമ്പനീസും പറയുന്നുണ്ട്. ചിയ സീഡ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൻ്റെ എണ്ണം കുറവാണ്. ഹ്യൂമൻ പാർട്ടിസിപ്പൻസിൻ്റെ സ്റ്റഡി 4 എടുത്തു പറയേണ്ടത്. ഈ 4 സ്റ്റഡീസിലും കൂടി ടോട്ടൽ 112 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ചിയ സീഡ്സിൻ്റെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. പ്രധാനമായിട്ടും ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത് ഫൈബർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. 100 ഗ്രാം ചിയ സീഡ്സിൽ ഏകദേശം 34 ഗ്രാം ഫൈബർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഫൈബർ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. സോളിബിളും ഉണ്ട്, ഇൻസോളിബിളും ഉണ്ട്. ചിയ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ മെയിൻലി ഇൻസോളിബിൾ ഫൈബറാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വെള്ളത്തിനെ വലിച്ചെടുക്കും. വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി കുറച്ച് കൂടുതലാണ്. നമുക്ക് ആവശ്യമുള്ള ഫൈബർ കിട്ടണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ദഹനത്തിന് വേണ്ടിയിട്ടും ശോചനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മളുടെ വൻകുടലിലുള്ള ഗട്ട് മൈക്രോബിയം, അതായത് പലതരത്തിലുള്ള ചെറിയ സൂക്ഷ്മാണുക്കളാണ്. ഇവരെ ഹെൽത്തിയാക്കി നിലനിർത്താൻ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അത്യാവശ്യമാണ്. ഫൈബർ പക്ഷേ പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഫ്രൂട്ട്സും വെജിറ്റബിൾസിലുമാണ് പ്രധാനമായിട്ടും ഫൈബർ അടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അധികം ആൾക്കാരും കഴിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഫൈബർ സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിൽ ചിയ സീഡ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും എടുക്കാം. ഒരു ദിവസം 25 ഗ്രാം വരെ വേണമെങ്കിൽ ചിയ സീഡ്സ് എടുക്കാവുന്നതാണ്. ഫൈബർ കൂടാതെ നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട ഫാറ്റി ആസിഡ്സും ചിയ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും omega-3 ഫാറ്റി ആസിഡ്സും ഉണ്ട്. കുറച്ച് omega-6 ഫാറ്റി ആസിഡ്സും ചിയ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ചിയ സീഡ്സിൽ പലതരത്തിലുള്ള ഫീനോളിക് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ്സിൽ വരുന്ന പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഫീനോളിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മൈറിസെറ്റിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടാണ്. ഇനി 100 ഗ്രാം ചിയ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പോസിഷൻ പറയാം. ഏകദേശം എനർജി എന്ന് പറയുന്നത് 500 കിലോ കാലറീസ് വരുന്നുണ്ട്. 100 ഗ്രാം ചിയ സീഡ്സിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 100 റുപ്പീസിൻ്റെ അടുത്താണ്. അതായത് 1 ഗ്രാമിന് 1 റുപ്പീൻ്റെ അടുത്ത്. 500 കിലോ കാലറി എനർജി പ്രധാനമായിട്ടും കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ചിയ സീഡ്സിലുണ്ട്. ഏകദേശം 39 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. കൂടാതെ ഫാറ്റ് ഏകദേശം 31 ഗ്രാമും 100 ഗ്രാം ചിയ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ 31 ഗ്രാം ഫാറ്റിനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഏകദേശം 5 ഗ്രാമിൻ്റെ അടുത്താണ് ഉണ്ടാവുക. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് 2 ഗ്രാമിൻ്റെ അടുത്തും. ബാക്കി 24 ഗ്രാമും ചിയ സീഡ്സിൽ അടങ്ങിയിരിക്കുന്നത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ പുഫ, ഇതിലാണ് omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉൾപ്പെടുന്നത്. അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 100 ഗ്രാം ചിയ സീഡ്സിൽ ഏകദേശം 17 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിയ സീഡ്സിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ അമിനോ ആസിഡ്സിനൊന്നും കവർ ചെയ്യുന്നില്ല. എന്നാലും 17 ഗ്രാം പ്രോട്ടീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്. നമ്മൾ ഒരു ദിവസം 25 ഗ്രാം ചിയ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ ഏകദേശം 4 ഗ്രാം പ്രോട്ടീൻ തന്നെ അതിൽ വരുന്നുണ്ട്. റെഗുലറായി ചിയ സീഡ്സ് കഴിക്കുമ്പോൾ ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഇത് കഴിച്ചവരുടെ വിശപ്പ് അഥവാ എപ്പറ്റൈറ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇത് ലോങ് ടേം സ്റ്റഡീസിലൊന്നും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചിയ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാമെന്നൊന്നും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമാണ് ചിയ സീഡ്സ് കഴിക്കുന്നതെങ്കിൽ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫൈബർ കിട്ടും, കുറച്ച് പ്രോട്ടീൻ കിട്ടും, ബവൽ മൂവ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ സാധിക്കും. പക്ഷേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലാതെ ബാക്കി പലതരത്തിലുള്ള ക്ലെയിംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹെൽത്തി സ്കിന്ന്, ഹെയർ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ചിയ സീഡ്സ് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് നമ്മൾ ഇനിയും പ്രൂവ് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഡേറ്റ നമ്മളെടുത്തില്ല. ഇനി ഇതിൻ്റെ ഡോസിനെ കുറിച്ചും പറയാം. ഒരു ദിവസം 25 ഗ്രാംസ് വരെ കഴിക്കാം. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, സോക്ക് ചെയ്യണം. ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നല്ലോണം കൂടും. ഇങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് കൃത്യമായിട്ടും കഴിക്കേണ്ടത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫുഡിൻ്റെ റെസിപ്പീസ് ചിയ സീഡ്സ് ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതല്ലാതെ വെറുതെ ചിയ സീഡ്സും കഴിക്കാം. നിങ്ങളുടെ സ്മൂത്തീൻ്റെ കൂടെ ആഡ് ചെയ്യാം, നിങ്ങളുടെ സാലഡ്സിൽ ആഡ് ചെയ്യാം. ഇനി ചിയ സീഡ്സിന് വേറെ കുറേ പേരുകളുണ്ട്. സാൽബ എന്ന് ചില നാട്ടിൽ പറയാറുണ്ട്, മെക്സിക്കൻ ചിയ എന്ന് പറയാറുണ്ട്. ചിയ സീഡ്സ് ഉണ്ടാക്കുന്ന ചെടീൻ്റെ പേര് സാൽവിയ ഹിസ്പാനിക്ക എന്നാണ്. ആ പേരിലും ചിയ സീഡ്സ് അറിയപ്പെടാറുണ്ട്. നിങ്ങൾ ഒരു ദിവസം എത്ര ചിയ സീഡ്സ് ആണ് കഴിക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ബാക്കി വ്യൂവേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പംകിൻ സീഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.